ശ്രീ ആർ വി ബാബു, എന്തായാലും കൊടിയിലാടി ഇപ്പോഴൊന്നും അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഗവർണറുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്ന് കോഴിക്കോട് SFIക്കാർ ഇറങ്ങി അടിക്കാൻ നോക്കി. ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ BJPക്കാരെ CPMകാർ തെരുവിലിറങ്ങി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പെട്ടെന്നൊന്നും ഒരു അവസാനം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. അല്ല, ഈ കായികമായി നേരിടുന്ന സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ. ഇപ്പം നവകേരള സദസ്സിൻ്റെ യാത്ര വന്ന സമയത്ത് പിണറായി വിജയൻ്റെ ആ യാത്രയിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച ആളുകൾ, അവരെയൊക്കെ പാർട്ടിക്കാരാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കണ്ടതല്ലേ, ഹെൽമെറ്റിന് അടിക്കുക, ചെടിച്ചട്ടിക്ക് അടിക്കുക, അങ്ങനെ ക്രൂരമായി എതിർക്കുന്നവരെ മുഴുവൻ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ, DYFI ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ശിവൻകുട്ടി ചെയ്തത് അങ്ങേയറ്റം അപമാനകരമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ തലവൻ എന്ന നിലയ്ക്ക് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾക്കെതിരെ മറ്റൊരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾ നടത്തിയ അതിനിന്ദ്യമായ പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് ആ പരിപാടി പോകാതിരിക്കാം, അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പറയാം, ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതമാതാവിൻ്റെ ചിത്രത്തെ അവഗണിക്കാം, ഇതൊക്കെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നിലവിളക്ക് കൊളുത്താൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, നിലവിളക്ക് കൊളുത്തുന്നത് അവരുടെ മതവിശ്വാസത്തിനെതിരാണെന്ന് വിശ്വസിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്തായാലും അങ്ങനെയുള്ള ആൾ, പ്രത്യേകിച്ച് മുസ്ലിം നേതാക്കന്മാർ പൊതുവെ അങ്ങനെയുള്ള വിശ്വാസക്കാരാണ്. പക്ഷേ നിലവിളക്ക് കൊളുത്തുന്നു എന്നുള്ളത് കൊണ്ട് ആ ചടങ്ങിൽ അവർ പങ്കെടുക്കാതിരിക്കാറില്ല. അവരാ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കും. ആ നിലവിളക്ക് കൊളുത്താൻ അവരെ ഏൽപ്പിച്ചാൽ അത് മറ്റാരെ കൊണ്ടെങ്കിലും കൊളുത്തിക്കും. അതാണ് സാമാന്യ മര്യാദ. ഇവിടെ ഗവർണർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ശിവൻകുട്ടി അധ്യക്ഷനായി പോകേണ്ട ഒരു പരിപാടിയിൽ ശിവൻകുട്ടി അവിടെ നേരെ വൈകി ചെല്ലുന്നു. ശിവൻകുട്ടി ആ പരിപാടി തീരുന്നതിന് മുമ്പ് പോരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനം, പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് മന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ അങ്ങനെ ഒരു ഛായാചിത്രം, ഭാരതാംബയുടെ ചിത്രം വെച്ചത് ഭരണഘടനാ ലംഘനമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. ഇന്നിവിടെ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരും പറഞ്ഞു, ജയരാജും ഹരിയും പറയും. എനിക്ക് ഒരു രേഖ ചൂണ്ടിക്കാണിച്ചാൽ മതി, പ്രോട്ടോകോൾ നിയമത്തിലെ ഒരു കാര്യം പറഞ്ഞാൽ മതി, അവിടെ അങ്ങനെ ഒരു ഫോട്ടോ വെക്കാൻ പാടില്ലാത്തതാണ് എന്ന് പ്രോട്ടോകോളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു, ഭരണഘടനയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ചൂണ്ടിക്കാണിച്ചാൽ മതി. അങ്ങനെ എവിടെയാണുള്ളത്? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ അങ്ങനെ ഒരു പരാതി രേഖാമൂലം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് വസ്തുതാപരമായി തെറ്റാണ്. അങ്ങനെ ഒരു ഛായാചിത്രം അവിടെ വെക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമല്ല, ഭരണഘടനാ ലംഘനമല്ല. അത് ഗവർണറുടെ ഒരു ഡിസ്ക്രിയേഷനാണ്. ഗവർണർക്ക് അത് തീരുമാനിക്കാം. ഗവർണർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർക്ക് തീരുമാനിക്കാം. ഗവർണർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്, എന്തൊക്കെ വേണം പരിപാടിക്ക് എന്ന് നിശ്ചയിക്കാനുള്ള പ്രിവിലേജ് ഉണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമല്ല എങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഭരണഘടനാ വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഈ നടത്തിയിരിക്കുന്നത് മുഴുവൻ ശിവൻകുട്ടി നടത്തിയിട്ടുള്ള യഥാർത്ഥത്തിൽ ഭരണഘടനയോടും ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകളോടും ചെയ്തിട്ടുള്ള അനീതിയാണ്, അന്യായമാണ്, അവഹേളനമാണ്. ഇതൊരു കാര്യം. ശ്രീ ജയരാജ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അസത്യമാണ്, കള്ളമാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പ്രതിഷേധിക്കുന്നു അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചതിന്. കാരണം ഞാൻ പറഞ്ഞത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരകാലത്ത് എടുത്ത നടപടികൾ, നിലപാടുകൾ അതൊന്ന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്, നമ്മുടെ ഇന്ത്യൻ ആർക്കൈവ്സിൽ ലഭ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു കാര്യവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ RSSകാർ പറയുന്നതിനെ എതിർക്കാൻ ബൗദ്ധിക സത്യസന്ധത ആവശ്യമില്ല എന്ന് പ്രചരിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. അവരുടെ ബുദ്ധിജീവികൾ, ഇപ്പോൾ സുനിൽ പിള്ളയടം പോലുള്ള ആളുകളൊക്കെ അത് പറഞ്ഞു പറ്റിയിട്ടുണ്ട്. RSSകാരെ എതിർക്കാൻ ബൗദ്ധിക സത്യസന്ധതയുടെ ആവശ്യമില്ല, എന്ത് നുണയും പറഞ്ഞ് RSSനെ എതിർക്കാം നിങ്ങൾക്ക് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അതും പബ്ലിക് ഡൊമൈനിലുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യവും. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹം ജയരാജ് പറയുന്നു,
സവർക്കർ മാപ്പപേക്ഷ കൊടുത്ത ആളാണ്, സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റുകൊടുത്ത ആളാണ്, 2 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മാത്രമല്ല മാപ്പപേക്ഷ കൊടുത്തിട്ടുള്ളത്, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകൾ ആൻഡമാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നവരൊക്കെ മാപ്പപേക്ഷ കൊടുത്തിട്ട് ഇറങ്ങി വന്നവരാ. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ആൻഡമാൻ ജയിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാൻ കോൺഗ്രസ് ഹരിയോട് ചോദിക്കാം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആരെങ്കിലും സെല്ലുലാർ ജയിൽ കണ്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സെല്ലുലാർ ജയിൽ എന്നുള്ളൊരു ജയിൽ കണ്ടിട്ടുണ്ടോ? 1924 കാൺപൂർ കലാപത്തിൽ പ്രതിയാക്കപ്പെട്ട ആളാണ് SI ഡാംഗെ. SI ഡാംഗെ എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അറിയാമോ? SI ഡാംഗെ ഏത് തരത്തിലുള്ള മാപ്പപേക്ഷയാണ് കൊടുത്തതെന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കൊടുത്ത മാപ്പപേക്ഷ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ, അത് നമ്മുടെ ഇന്ത്യൻ ആർക്കൈവ്സിലുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ. പക്ഷേ സാക്ഷാൽ മഹാത്മാഗാന്ധിജി RSS നേതാക്കന്മാരോടോ അന്നത്തെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു നേതാക്കന്മാരോടോ ചോദിച്ചിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള സംശയം. ആ സംശയം ഗാന്ധിജി ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോടാണ്. സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് PC ജോഷിക്ക് കത്ത് എഴുതിയത് മഹാത്മാഗാന്ധിജിയാണ്. ആ കത്തും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പം ഞാനിവിടെ സവർക്കറെ എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം സവർക്കർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല. 1921 ഗാന്ധിജിയാണ് പറഞ്ഞത്, ഞാൻ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ എതിർക്കുന്നതിന് മുൻപേ തന്നെ ഈ സാമ്രാജ്യത്വത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ആളുടെ പേര് വീരവിനായക ദാമോദര സവർക്കർ എന്നാണ്. സവർക്കറുടെ പേര് 3 വട്ടം അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സവർക്കറുടെ ധീരദേശാഭിമാനത്തെ വാഴ്ത്തിയത് 1921 മഹാത്മാഗാന്ധിജിയാണ്. ദ ബ്രേവ്, ദ ക്ലവർ, ദ റവല്യൂഷണറി എന്ന പദപ്രയോഗത്തിലൂടെ സവർക്കറെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. ഇതെല്ലാം ചരിത്ര രേഖകളാണ് ജയരാജ, നിങ്ങൾക്കത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് ബ്രിട്ടീഷ് ചാരന്മാരാണ്, 5ാം പത്തികളാണ് എന്നാണ് വിളിച്ചത്. നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ പണം പറ്റിയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് തെളിവുകൾ സഹിതം തെളിഞ്ഞതാണ്. ഇവിടെ ഉണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ശ്രീ ഹരി ഇവിടെ അതുമാത്രമല്ല, ഹരിയുടെ പ്രസ്താവനയിലേക്ക് വന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കാവ്യ പതാക RSSൻ്റേതാണ് എന്ന്. കാവ്യ പതാക RSSൻ്റേതാണ് എന്നുള്ളത് കൊണ്ടായിരുന്നോ ഹരി കോൺഗ്രസ് AICC നിയോഗിച്ച ഒരു 7-അംഗ സമിതി കാവ്യ പതാകയെ നമ്മുടെ ദേശീയ പതാകയാക്കി മാറ്റണം എന്ന നിർദ്ദേശം വെച്ചത്? ആ 7-അംഗ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹരി അത്യാവശ്യം വായിക്കുന്ന ഒരാളാണെന്നാണല്ലോ വെപ്പ്. ഹരി വായിച്ചിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ ചരിത്രം? 1931 പതാക സമിതി, AICC നിയോഗിച്ച പതാക സമിതിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ജവഹർലാൽ നെഹ്റു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ? സർദാർ വല്ലഭായ് പട്ടേൽ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ? അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടുന്ന കമ്മിറ്റി ആയിരുന്നില്ലേ? ആ കമ്മിറ്റിയല്ലേ പറഞ്ഞത് കാവ്യ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയാവണമെന്ന്? അത് അംഗീകരിക്കാതിരുന്നത് ഗാന്ധിജി ആയിരുന്നില്ലേ? അപ്പോൾ കാവ്യ പതാക RSSൻ്റെ പതാകയായതുകൊണ്ടാണോ അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കാവ്യ പതാകയെ നിശ്ചയിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് കാവ്യയോടുള്ള അലർജി തുടങ്ങിയത് നിങ്ങളുടെ പ്രീണന രാഷ്ട്രീയം തുടങ്ങിയത് മുതലാണ്. പ്രീണന രാഷ്ട്രീയം തുടങ്ങിയതിന് മുൻപ് ഇവിടെ ഗണേശോത്സവം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇവിടെ ഹിന്ദു സാമ്രാജ്യ ദിനം, അതായത് ശിവാജിയുടെ നമ്മുടെ സിംഹാസനാരോഹണ ചടങ്ങ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. രക്ഷാബന്ധൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. AOHും സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രമുണ്ട്. അതിനുശേഷം കോൺഗ്രസ്സിൽ ദേശീയ നേതാക്കന്മാരുടെ കാലഘട്ടം ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് നമ്മുടെ ദേശീയതയുടെ മാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അവർക്കന്ന് ഭാരതത്തിൻ്റെ ഹൈന്ദവത വർഗീയതയായിരുന്നില്ല. ഹൈന്ദവ ഹിന്ദുത്വം വർഗീയതയായിരുന്നില്ല. പക്ഷേ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ശ്രമിച്ചു. ബ്രിട്ടീഷുകാർക്ക് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു. കോൺഗ്രസ്സുകാർക്ക് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കണമായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു. അതിനുവേണ്ടി നിങ്ങൾ വന്ദേമാതരം ഒഴിവാക്കി. അതിനുവേണ്ടി നിങ്ങൾ സംസ്കൃതം ഒഴിവാക്കി. അതിനുവേണ്ടി നിങ്ങൾ ഉറുദുവിനെ കൊണ്ടുവന്നു.
അതിനുവേണ്ടി നിങ്ങൾ ഖിലാഫത്ത് പ്രക്ഷോഭത്തെ പിന്തുണച്ചു. ഇങ്ങനെ ഒരുപാട് മുസ്ലിം പ്രീണനം നിങ്ങൾ നടപ്പാക്കി. മുസ്ലിം അംഗങ്ങൾക്ക് നിങ്ങൾ കോൺഗ്രസിൽ അംഗത്വം ഫ്രീ ആയി കൊടുത്തു. സമ്മേളനങ്ങൾ മുസ്ലിം അംഗങ്ങളെ നിങ്ങൾ ഫ്രീ ആയി പങ്കെടുപ്പിച്ചു. അവർക്ക് ഭക്ഷണം ഫ്രീ ആയി കൊടുത്തു സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന്. ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിലുണ്ട് സാർ, ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. കോൺഗ്രസ്സുകാരെഴുതിയ പുസ്തകമാണ്, കോൺഗ്രസ്സുകാരെഴുതിയ പുസ്തകം. അപ്പോൾ നിങ്ങൾ നടത്തിയ വർഗീയ പ്രീണനം, ആ വർഗീയ പ്രീണനമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ കൊണ്ട് ദുരാഷ്ട്രവാദം എന്ന ആ വാദത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് രാജ്യം വിഭജിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ വിഭജനത്തിലേക്ക് മുസ്ലിങ്ങൾ ഞങ്ങൾ വേറെയാണ് എന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ വർഗീയ പ്രീണനം നയം കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് കാവ്യ പതാക അത് RSSൻ്റെതാണ്, ഭഗവത് പതാക RSSലാണ് കണ്ടത് എന്നുള്ള നയം അത് തെറ്റാണ്. പിന്നെ ഭാരതത്തിൻ്റെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അനിൽ അവസാനിപ്പിക്കാം. ഭാരതത്തിൻ്റെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഭാരതത്തിൻ്റെ ചിത്രം സാംസ്കാരിക ഭാരതമാണ് ഹരി, സാംസ്കാരിക ഭാരതത്തിൻ്റെ ചിത്രമാണ്. മുറിഞ്ഞു, നമ്മുടെ മുറിഞ്ഞറ്റു വീണു നമ്മുടെ ബ്രഹ്മദേശം, നമ്മളിന്ന് പോയി, നമുക്ക് നഷ്ടപ്പെട്ടു ഗാന്ധാര ദേശം. അതേപോലെ മനോമയമായ ലങ്ക നമുക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സങ്കല്പം ഇപ്പോഴും കാത്തുസൂക്ഷിക്കും. ഭാരതം ഒന്നായി തീരണം. മുറിഞ്ഞറ്റു പോയത് മുഴുവൻ ചേർന്ന് ഇന്ന് ശത്രുക്കളെ പോലെ നിൽക്കുന്ന ആളുകളൊക്കെ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് തീരണം എന്ന സങ്കല്പം വെച്ച് പുലർത്താൻ അതിന് ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. അതൊന്നും ഭരണഘടനാ വിരോധം ആയിട്ടുള്ള കാര്യമാണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? പറയാൻ സാധിക്കുമോ? അപ്പം അതുകൊണ്ട് ഭരണഘടന എന്നുള്ളതൊക്കെ പറഞ്ഞ് വെറുതെ മസിൽ പഠിപ്പിക്കാതിരിക്കണം. കാരണം ഭരണഘടനയിൽ ഇതൊന്നും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നരേറ്റീവാണ്. ആ നരേറ്റീവ് ഇനി വിജയിക്കാൻ പോകുന്നില്ല. ഈ രാഷ്ട്രം അതിൻ്റെ സ്വത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹരി പറയുണ്ടായി BJPക്ക് മൂന്നാം തവണ അധികാരത്തിൽ വരാൻ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുപോയി, മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു എന്ന്. മൂന്നാം വട്ടം തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് 50 സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളത് കാര്യം മറക്കരുത്. 2 വട്ടം അധികാരത്തിൽ വന്ന കോൺഗ്രസ് മൂന്നാം വട്ടം തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 50 സീറ്റ് പോലും കിട്ടാത്തവരാണ്. ഹരി ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ചരിത്രം ഇന്ന് എല്ലാവർക്കും അറിയാം. ഈ കാര്യം ഓർമ്മ വെക്കണം എന്നാണ് ഈ അവസരത്തിൽ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്.